നമസ്കാരം, റിയൽ ന്യൂസ്. ഉണ്ണികുളം പഞ്ചായത്ത് ലീഡർ കെ കരുണാകരൻ സ്റ്റഡി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ എഗരൂരിൽ അനുസ്മരണ സമ്മേളനവും ഓക്സിജൻ കോൺസെൻട്രേറ്റർ സമർപ്പണവും നടന്നു. എഗരൂർ അഹമ്മദ് നഗറിൽ സംഘടിപ്പിച്ച പരിപാടി മുൻ MLA അഡ്വക്കേറ്റ് KNA ഖാദർ ഉദ്ഘാടനം ചെയ്തു. ഓക്സിജൻ കോൺസെൻട്രേറ്റർ സമർപ്പണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര ഏറാടിയിൽ നിർവഹിച്ചു. ഉണ്ണികുളം പഞ്ചായത്ത് ലീഡർ കെ കരുണാകരൻ സ്റ്റഡി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ എഗരൂരിൽ അനുസ്മരണ സമ്മേളനവും ഓക്സിജൻ കോൺസെൻട്രേറ്റർ സമർപ്പണവും നടന്നു. എഗരൂർ അഹമ്മദ് നഗറിൽ സംഘടിപ്പിച്ച പരിപാടി മുൻ MLA അഡ്വക്കേറ്റ് KNA ഖാദർ ഉദ്ഘാടനം ചെയ്തു. പോറ്റി വളർത്തിയ പ്രസ്ഥാനമായി CPM മാറിയെന്ന് അദ്ദേഹം പറഞ്ഞു. ചരിത്രം വളച്ചൊടിച്ച് കുട്ടികളെ പഠിപ്പിക്കാനാണ് PMCയിലൂടെ കേന്ദ്രം ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDFും വളരെ ഐക്യത്തോടു കൂടി ഒരുമിച്ച് നിന്ന് ഇതിനൊക്കെ നേരിട്ട് ഈ രാജ്യത്തെ രക്ഷിക്കേണ്ട ചുമതലയുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാം ഒരു വലിയ സഖ്യമായി വളരും. രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ നയിക്കുന്ന ഒരു ഇന്ത്യ സഖ്യമുണ്ട്. ആ ഇന്ത്യ സഖ്യം വളരെ ശക്തമായി ഇന്ത്യയിൽ വളർന്നെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ സാധിക്കുള്ളൂ, ഭരണഘടനയെ സംരക്ഷിക്കാൻ സാധിക്കുള്ളൂ. അതിനു വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇതുപോലുള്ള ശ്രമങ്ങൾ മാറട്ടെ എന്നുള്ള ആഗ്രഹം ഞാൻ പ്രകടിപ്പിക്കുകയാണ്. ലീഡർ ശ്രീ കെ കരുണാകരൻ്റെ നാമധേയം കേരളത്തിന് ഒരിക്കലും വിസ്മരിക്കാനാകാത്ത പരിഷ്കാരങ്ങൾ വരുത്തിയ ധീരനായ നല്ലൊരു അഡ്മിനിസ്ട്രേറ്ററായിരുന്നു കരുണാകരൻ എന്ന് എല്ലാവർക്കും അറിയാം. ഞാനൊക്കെ വിദ്യാർത്ഥി രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ മുഖ്യമന്ത്രി ആയിരുന്ന കരുണാകരനെ കണ്ടിട്ടുണ്ട്. നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ സംസാരിക്കാൻ വന്ന് അതിഗംഭീരമായിട്ട് പ്രസംഗിക്കുന്ന കരുണാകരനെ കണ്ടിട്ടുണ്ട്. ആ കരുണാകരൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനൊക്കെ എന്തുമാത്രം ബഹുമാനിച്ചിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ഓരോ പ്രസംഗത്തിൽ നിന്നും വ്യക്തമായിരുന്നു. മുസ്ലിം ലീഗ് പാർട്ടിയെയും ഘടക കക്ഷികളെയും ഇതുപോലെ ബഹുമാനിച്ച ഒരു UDF ലീഡർ വേറെ ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരാളായിരുന്നു കരുണാകരൻ. ആ കരുണാകരൻ്റെ സ്മരണ കേരളത്തിന് ആവശ്യമാണ്, കോൺഗ്രസിന് ആവശ്യമാണ്, രാജ്യത്തിന് ആവശ്യമാണ്. പ്രഗത്ഭരായിട്ടുള്ള അത്തരം നേതാക്കന്മാരെല്ലാം ഇന്നത്തെ ഒരു ജനറേഷനിലുള്ള ചെറിയൊരു പ്രശ്നം എന്താ വെച്ചാൽ അവരെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് അവർക്ക് അറിഞ്ഞൂടാ. ഗാന്ധിജിയും നെഹ്റുവിനെയും ആസാദിനെയും ഒന്നും അവർക്ക് അറിഞ്ഞൂടാ. പുതിയ കാലഘട്ടത്തിലെ കുട്ടികളാണ്. അതുകൊണ്ട് അവരിൽ എല്ലാവരിലും മഹാത്മാഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും കരുണാകരൻ്റെയും ഒക്കെ സന്ദേശം എത്തിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മളെല്ലാം ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകുവാൻ ഇത് വഴിയൊരുക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് ഞാൻ ഉപസംഹരിക്കുന്നു. താങ്ക് യു. സ്റ്റഡി സെന്റർ നിയോജക മണ്ഡലം കമ്മിറ്റി ചെയർമാൻ PP വേണുഗോപാലൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ അവരാണ് നമ്മുടെ ഈ ലീഡർ സ്റ്റഡി സെൻ്ററിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഞങ്ങൾക്ക് കരുത്തായി മാറുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കറിയാം, നബിദിനവും ഓണവും ഒരുമിച്ച് വന്നപ്പോൾ ഏതാണ്ട് ഉണ്ണികുളം പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലുള്ള ഒട്ടനവധി ആളുകൾക്ക്, അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ കെ കരുണാകരൻ്റെ പേര് വരുമ്പോൾ അതിൽ മതമോ ജാതിയോ മറ്റൊന്നും തന്നെ നമ്മളെ സ്പർശിക്കുന്നില്ല. എല്ലാ ആളുകൾക്കും, പാവപ്പെട്ട ആളുകൾക്ക് നമ്മൾ കിറ്റ് നൽകി വലിയൊരു പരിപാടി അന്ന് രാമേന്ദ്ര മാഷും അതുപോലെ തന്നെ ഈ വേദിയിലിരിക്കുന്ന ഒട്ടനവധി ആളുകൾ ആ പരിപാടിയിൽ പങ്കെടുത്താണ്. അപ്പോൾ ആ രീതിയിൽ വളരെ നല്ല ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു പ്രവർത്തനം നമുക്ക് പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ നടത്താൻ സാധിച്ചിട്ടുണ്ട്. DCC ട്രഷറർ ആയി തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് P രാജേഷ് കുമാറിന് ഉപഹാര സമർപ്പണം KNA ഖാദർ നടത്തി. ഓക്സിജൻ കോൺസെൻട്രേറ്റർ സമർപ്പണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര ഏറാടിയിൽ നിർവഹിച്ചു. ചെയർമാൻ KK സതീശൻ, KPCC അംഗങ്ങളായ K രാമചന്ദ്രൻ മാസ്റ്റർ, K മുമ്മർ, STU അഖിലേന്ത്യാ പ്രസിഡന്റ് അഹമ്മദ് കുട്ടി ഉണ്ണികുളം, നാസർ എസ്റ്റേറ്റ് മുക്ക്, KK നാസർ, K ഉസ്മാൻ മാസ്റ്റർ, PK വിജയൻ, ET ബിനോയ്, PK സുനിൽകുമാർ, സുജിത് കുമാർ, കൺവീനർ ശശി കുന്നുമൽ തുടങ്ങിയവർ സംസാരിച്ചു. റിയൽ ന്യൂസ്, ബാലുശ്ശേരി.